ചെറുപ്പകാലത്തിൽ സാക്ഷാൽ ലിയോണൽ മെസ്സി അറിയപ്പെട്ടിരുന്നത് ലാ പുൽഗ, പുൽഗിഡ എന്നീ നാമങ്ങളിലായിരുന്നു. ഇതിന്റെ ഒരു അർത്ഥം പരിശോധിക്കുകയാണെങ്കിൽ ചെറിയ ഈച്ച അല്ലെങ്കിൽ ചെറു പ്രാണി എന്നിവയാണ്. മെസ്സി ഇങ്ങനെ അറിയപ്പെടാനുള്ള കാരണം നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് തന്റെ വളർച്ചയെ ബാധിക്കുന്ന ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന രോഗമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സമപ്രായക്കാരെക്കാൾ വളരെ കുഞ്ഞായാണ് മെസ്സി കാണപ്പെട്ടിരുന്നത്. അസാധാരണമായ പന്തടക്കവും മെയ് വഴക്കവും ഡ്രിബ്ലിംഗ് സ്കില്ലും എല്ലാം കൊണ്ട് തന്നെ മറ്റു കുഞ്ഞുങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തനായിരുന്നു മെസ്സി. ഇതുമൂലം തന്നെ നന്നേ ചെറുപ്പത്തിൽ തന്നെ മെസ്സി അർജന്റീനയിൽ ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട്. പിന്നീട് അർജന്റീനക്കാർ സ്നേഹത്തോടെ മെസ്സിക്ക് ചാർത്തി നൽകുന്ന പേരാണ് ലാ പുൽഗ എന്നത്. മെസ്സിയുടെ ഇപ്പോഴത്തെ ഉയരം പരിശോധിക്കുകയാണെങ്കിൽ 5.7 അടിയാണുള്ളത്. ഒരു ശരാശരി അർജന്റീനക്കാരന്റെ ഉയരവുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ വ്യത്യാസമൊന്നും കാണാൻ കഴിയുകയില്ല. മറിച്ച് യൂറോപ്പിലുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു അന്തരം കാണാൻ നമുക്ക് കഴിയും. എന്നാൽ ഇതൊന്നും അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല. പേരുകേട്ട തന്നെക്കാൾ ഉയരമുള്ള പല ഡിഫൻഡർമാരെയും നിഷ്പ്രയാസം കടന്നു പോകാൻ മെസ്സിക്ക് സാധിച്ചിരുന്നു. മെസ്സിയുടെ ഉയരക്കുറവ് ഒരിക്കലും അദ്ദേഹത്തിന്റെ കരിയറിലോ ജീവിതത്തിലോ ഒരു കുറവും വരുത്തിയിട്ടില്ല. എന്നാൽ മെസ്സിയുടെ ഈ ഒരു ഉയരക്കുറവ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഒരു ചെറിയ കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 2017 ഏപ്രിൽ 12 യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിന്റെ ആദ്യ പാദത്തിൽ ബാർസയും ജുവന്റസും ഏറ്റുമുട്ടി. ഈ ഒരു മത്സരത്തിന്റെ 43ാമത്തെ മിനിറ്റിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. ഉയർന്നു വന്ന പന്തിനെ ചാടി തന്റെ വരുതിയിലാക്കാൻ ശ്രമിച്ച മെസ്സിയെ യുവന്റസിന്റെ ഡിഫൻസീവ് മിഡായിട്ടുള്ള മിർലം പ്യാനിച്ച് പുറകിൽ നിന്ന് തെള്ളുകയും അദ്ദേഹത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. മെസ്സി നിലത്തേക്ക് പതിക്കുമ്പോൾ തന്റെ ഇടത് കൈയിലേക്ക് ബോഡി വെയിറ്റ് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. നേരെ മുഖം ഇടിച്ചുകൊണ്ട് നിലത്ത് വീഴുന്നു. മെസ്സിയുടെ ഈ ഒരു വീഴ്ചയുടെ ആഘാതം എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായി അദ്ദേഹത്തിന്റെ മുഖത്ത് വന്നിരുന്ന മുറിവ് തന്നെ ധാരാളമായിരുന്നു. ഇതെങ്ങനെ മെസ്സിയെ മരണത്തിലേക്ക് നയിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മെസ്സിയുടെ ഈ ഒരു വീഴ്ച അല്ലെങ്കിൽ ഈ ഒരു ചാട്ടത്തിന് 2.5 സെന്റിമീറ്ററിന്റെ ഉയരമുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം വന്ന് നിലത്തിടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഴുത്തൊടിയാനും ഇതിലൂടെ തന്നെ മരണപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നാണ് ബാഴ്സയുടെ ഡോക്ടർമാർ അന്ന് വിധി എഴുതിയത്. എന്നാൽ ഭാഗ്യമെന്ന് പറയട്ടെ, ഈ ഒരു വീഴ്ചയിൽ നിന്ന് മെസ്സിക്ക് കാര്യമായ പരിക്കുകളൊന്നും ഉണ്ടായില്ലതാനും. ഇതിന് തൊട്ടുപുറകെ മറ്റൊരു രസകരമായ സംഭവം നടക്കുന്നുണ്ട്. മെസ്സിയെ ഫൗൾ ചെയ്ത് കണ്ട മിർലം പ്യാനിച്ചിനെ നെയ്മർ അനാവശ്യമായി വന്ന് ടാക്കിൾ ചെയ്യുന്നുണ്ട്. മെസ്സിക്കുണ്ടായ ഈ ഒരു ഇൻസിഡന്റിൽ പ്യാനിച്ചിന് ഒരു കാർഡ് പോലും ലഭിച്ചില്ലായിരുന്നു. നെയ്മർ അൺനെസസറി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും അദ്ദേഹത്തിനൊരു യെല്ലോ കാർഡ് ലഭിക്കുന്നുണ്ട്. നെയ്മറെ കുറ്റം പറയാൻ കഴിയുകയില്ല. തന്റെ പ്രിയ സുഹൃത്തിന് ഇതുപോലൊരു വീഴ്ച കിട്ടുന്നത് കണ്ടുനിന്ന നെയ്മറിന് സഹിക്കാൻ കഴിഞ്ഞു കാണില്ല. അപ്പോൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.